ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി റെസൊണേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച, നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡുകൾ മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി നേരത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി ഒരു ഇമോഷണലി വളരെ കൺട്രോൾഡ് ആയ ഒരു സ്റ്റേറ്റ് കാണിക്കുന്നു. ഈ ഒരു ബന്ധത്തെപ്പറ്റി അവർക്ക് ഉള്ളിൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ജഡ്ജ്മെൻ്റ് ആണ്. ഇതൊരു എവേക്കനിങ് കാർഡാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഒരിക്കലും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി. പാസ്റ്റിലുണ്ടായ ചില കാര്യങ്ങൾ, പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ തമ്മിൽ ചേർന്നെടുത്ത കുറച്ച് തീരുമാനങ്ങൾ എല്ലാം ഇപ്പോൾ അവർ ഒന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അന്ന് ശരിയാണോ ചെയ്തത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു റിഗ്രഷനെയാണ്, ഒരു റിയലൈസേഷൻ, ഒരു സെക്കൻഡ് ചാൻസ് എനർജി ഈ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നു. എനിക്ക് ഒരവസരം കൂടി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് സ്വന്തം ഒരു വ്യക്തിത്വം അത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു ഫ്രീഡം, സെൽഫ് വർത്തൊക്കെ മനസ്സിലാക്കി തനിച്ചാണെങ്കിലും ഞാൻ ഓക്കെയാണ്, ഞാൻ ഫൈനാണ്, അതൊക്കെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം. അതായത് നിങ്ങളില്ലാതെ അവർ ഓക്കെ ആണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇല്ലായ്മ അതുണ്ടാക്കുന്ന ഒരു സൈലൻസ് തീർച്ചയായിട്ടുമുണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഒരു അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു, ഒരു ആകർഷണം, ഫിസിക്കൽ അട്രാക്ഷൻ, സഡൻ തോട്ട്സ് അബൌട്ട് യു. പെട്ടെന്ന് നിങ്ങളെപ്പറ്റി ഓർക്കുക, നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുക, പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കോൾ ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത, ഒന്ന് ടെക്സ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അവരുടെ ഒരു സമയദോഷത്തിൻ്റെ ആയിരിക്കാം ഒരു ഈഗോ മനസ്സിൽ കയറിക്കൂടും. ഇപ്പോൾ വേണോ ഇത്, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിമാനത്തിന് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത, ഒരു ഈഗോ മൈൻഡ് അത് പിന്നിലേക്ക് വലിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാഷനെ സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് എങ്ങോട്ടേക്ക് വരണം ഒരു ഡയറക്ഷൻ ക്ലിയർ ആയിട്ടില്ലാത്തൊരവസ്ഥ. 3 ഓഫ് പെന്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ടീം വർക്ക് കാർഡിനെയാണ്. അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബഹുമാനം തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈഗോ കൊണ്ടും ഒരു സമയം അനുകൂലമല്ലാത്തത് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടുമെല്ലാം തന്നെ ഒരു സ്റ്റക്കായ അവസ്ഥ കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ടെമ്പറൻസ് കാർഡ് ഒരു ബാലൻസിനെ സൂചിപ്പിക്കുന്നു. ഫീലിങ്സ് എല്ലാം തന്നെ അവർ സപ്രസ് ചെയ്ത് വെക്കുന്നു. ഈ വക, അതായത് നിങ്ങളിലേക്ക് വരണം, അല്ലെ നിങ്ങളെ കാണണം, ടെക്സ്റ്റ് ചെയ്യണം എന്നുള്ള അമിതമായിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ തന്നെ അവർ അടിച്ചമർത്തി വെക്കുന്നുണ്ട്. വളരെ കാമായി ബിഹേവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. പുറമേ വളരെ കാമാണ്. എക്സ്ട്രീംസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഓവർ റിയാക്ട് ചെയ്യരുത്, ഒരു കൺട്രോൾ വേണം, ഒരു ഇമോഷണൽ പേഷ്യൻസ് ആണ് ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു സത്യത്തിനെയാണ്. ഫീലിങ്സ് വളരെ മെച്യൂർഡ് ആണ്. ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ചൈൽഡിഷ് അല്ല. പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. ഈ കിങ് ഓഫ് കപ്സ് കാർഡ് ഫീലിങ്സ് ഒന്നും തന്നെ പുറമേ കാണിക്കാറില്ല എന്നും അകത്തൊരു കടലിരമ്പുന്നത് പോലെയുള്ള ചിന്തകൾ ഉണ്ട് എന്നും കാണിക്കുന്നു. ദ ഫൂൾ കാർഡ് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയതായി വരുന്ന ചില ചിന്തകൾ, ഈ ബന്ധത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിനെ പറ്റി ആലോചിക്കുന്ന ഒരവസ്ഥ, പുതിയ ഒരു തുടക്കം. ഈ ഒരു ബന്ധത്തിൽ റിസ്ക് എടുക്കണോ എന്നുള്ളൊരു ഡൗട്ടും ഒപ്പമുണ്ട്. അവരുടെ ഹൃദയം പറയുന്നുണ്ട് യെസ് ഇത് നമുക്കൊരു റിസ്ക് എടുക്കണം, പക്ഷേ ബ്രെയിൻ പറയുന്നുണ്ട് വെയിറ്റ്, അല്പസമയം വെയിറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ദ മജീഷ്യൻ കാർഡ് ഒരു മാനിഫെസ്റ്റേഷൻ കാർഡാണ്. നിങ്ങളെ വളരെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ശരിയായ സമയം കാത്തിരിക്കുകയാണ്. അവർ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാൽ ഈ ഒരു ബന്ധം ശരിയാക്കി എടുക്കാൻ പറ്റും, എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിൽ ശരിക്കും ചിന്തകളുണ്ട്. ഈ ഒരു റീഡിങ്ങിൻ്റെ ഓവറോൾ കറണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ശരിക്കും അട്രാക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ സ്നേഹത്തിലും അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിലും എല്ലാം തന്നെ ഒരേപോലെ അട്രാക്ഷൻ ഉണ്ട്. ഇമോഷണൽ കണക്ഷൻ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നപ്പോൾ ഉള്ള സന്തോഷങ്ങൾ
എല്ലാം തന്നെ അവർ ആലോചിക്കുകയും അതിനെപ്പറ്റി ഓർത്ത് വീണ്ടും ആ ഒരു എനർജിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ ചില കാര്യങ്ങൾക്കുള്ള ഒരു റിഗ്രഷനും എല്ലാം കൂടിച്ചേർന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ അവർക്ക് പ്രതീക്ഷയുണ്ട്, ഇത് നിങ്ങൾ തിരിച്ചു വരും. എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തകളാണ് കൂടുതൽ. ഒരു പ്രാക്ടിക്കാലിറ്റി ഇല്ല, അതായത് ഒരു ആക്ഷൻ വരുന്നില്ല. ഈ ഒരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം ചോദിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് വാണ്ട്സ് ആണ്. ഒരു ഹെവി കാർഡാണത്. റെസ്പോൺസിബിലിറ്റി ഫിയർ. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അല്പം ഭയമുണ്ട്, ഇമോഷണൽ പ്രഷറുണ്ട്. ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന ഒരു സ്ട്രെസ്സ് അവർക്കുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാകും, നിങ്ങൾ തമ്മിൽ സംഭാഷണം വരും, അതായത് കമ്മ്യൂണിക്കേഷൻ വരും. ഈ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്തു പോയേക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പാടില്ല. രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ബന്ധത്തിൻ്റെ സ്മൂത്ത് ഗോയിങ്ങിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ കാർഡുകളെല്ലാം തന്നെ കണ്ടില്ലേ? ആ ഒരു പേഴ്സൺ വളരെ കെയറിങ് ആണ്, നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ആക്ഷൻ വളരെ സ്ലോ ആണ്. ഈ ഫീലിങ്സ് മാത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബന്ധം മുന്നോട്ട് പോകുമോ? ഒരിക്കലുമില്ല. റെസ്പോൺസിബിലിറ്റി അതേ അളവിൽ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ വരുമ്പോൾ മാത്രമേ ഈ ഒരു കണക്ഷൻ വളരെ ആരോഗ്യകരമായി മുമ്പോട്ട് പോവുകയുള്ളൂ. അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടത് ഇതാണ്, റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തെടുക്കണം. അവർ കൺവിൻസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം വളരെ മനോഹരമായി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ വളരെ കാലം മുന്നോട്ട് പോകും. ഈ ഒരു സമയം ഒരു സെപ്പറേഷനിൽ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ ഒരു സന്ദേശം യൂണിവേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡിവൈൻ സന്ദേശം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഒരു കുഞ്ഞ് ഹൈപ്പും തരിക. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എഴുതുക. നിങ്ങളുടെ ഫ്യൂച്ചർ, കരിയർ, റിലേഷൻഷിപ്പ് ഇവയിലൊരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി കമൻറ്റ് ബോക്സിൽ പേരും നാളും അല്ലെങ്കിൽ ജനിച്ച മാസവും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലിരിക്കുന്ന നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുവാനും മനസ്സ് തുറന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പിണക്കം അവസാനിപ്പിക്കുവാനും ആ ഒരു ബന്ധം വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാനും ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.